ഹായ് ഡിയേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ റിവിഷൻ സീരീസിൽ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 9 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഈസി ആണ് പഠിക്കാനായിട്ട്. കുറച്ച് തിയറീസും കുറച്ച് പ്രോബ്ലംസും ആണ് ഇതിലുള്ളത് കേട്ടോ. അപ്പൊ അതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം ഈ പേര് തെർമോഡൈനാമിക്സ്. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാല്? തെർമോഡൈനാമിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ഹീറ്റ് ചേഞ്ചസ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴുള്ള ഹീറ്റ് ചേഞ്ചസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഹീറ്റ് ചേഞ്ചസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സിൽ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ടൈപ്പ് ഓഫ് സിസ്റ്റം. തെർമോഡൈനാമിക്സിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിനെ സറൗണ്ടിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സ്പെരിമെന്റുകൾ പറയുന്നത്. സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? എവിടെയാണോ നമ്മൾ ചെയ്യുന്നത്, എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എവിടെയാണോ അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതിന്റെ ചുറ്റുമുള്ള ഭാഗമാണ് എന്ത്? സറൗണ്ടിങ്സ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട്? 3 ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ് 3 ടൈപ്പ് സിസ്റ്റംസ്? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ആദ്യം നമുക്ക് 3 എന്താണെന്ന് നോക്കാം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പൊ ആദ്യത്തത് ഓപ്പൺ സിസ്റ്റം ആണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് സിമ്പിൾ ആയിട്ട് പറയാടാ. നോക്കിയേ, ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൂട് ചായ. ഓക്കെ, ചൂട് ചായ നമ്മളൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ചൂട് ചായ ഗ്ലാസ്സിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചൂടാറും അല്ലേ? ചൂട് മീൻസ് ഒരു എനർജി അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സിസ്റ്റം. ഈ ചായ എടുത്തിരിക്കുന്ന ഈ ഗ്ലാസ് ആണ് നമ്മുടെ സിസ്റ്റം. അപ്പൊ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എന്ത് ട്രാൻസ്ഫർ നടന്നു? എനർജി ട്രാൻസ്ഫർ നടന്നില്ലേ? എനർജി ട്രാൻസ്ഫർ നടന്നു. അതേപോലെ തന്നെ ഇവിടെ ആവി പോകുന്നുണ്ടല്ലോ. ആവി എന്ന് വെച്ചാൽ എന്താ? മാറ്റർ ആണ്, മാറ്റർ. അപ്പൊ ഓപ്പൺ സിസ്റ്റത്തില് എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, മാറ്റർ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ചൂട് ചായ നമ്മൾ ഈ ഗ്ലാസ്സിൽ തുറന്നു വെച്ചാൽ എനർജി എക്സ്ചേഞ്ച് നടക്കും, മാറ്റർ എക്സ്ചേഞ്ച് നടക്കും. അപ്പൊ എനർജി എക്സ്ചേഞ്ച്, മാറ്റർ എക്സ്ചേഞ്ച് നടക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ്. രണ്ടാമത്തെ സിസ്റ്റമാണ് ക്ലോസ്ഡ് സിസ്റ്റം. അതേ ചൂട് ചായനെ ഞാൻ അടച്ചു വെച്ചു. ഓക്കെ, ചൂട് ചായ അടച്ചു വെച്ചെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് ചൂടാറും അല്ലേ? ചൂടാറും. അപ്പൊ അതായത് എനർജി എക്സ്ചേഞ്ച് നടന്നു, പക്ഷേ ആവിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. മാറ്ററിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലെ? അപ്പൊ എനർജി എക്സ്ചേഞ്ച് ഉണ്ട്, പക്ഷെ മാറ്റർ എക്സ്ചേഞ്ച് ഇല്ല. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജി എക്സ്ചേഞ്ച് ഉണ്ട്, മാറ്റർ എക്സ്ചേഞ്ച് ഇല്ല എന്നുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സിസ്റ്റം ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലാസ്ക് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഫ്ലാസ്കില് ചൂട് ചായ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എനർജി എക്സ്ചേഞ്ച് നടക്കില്ല, മാറ്റർ എക്സ്ചേഞ്ച് നടക്കില്ല അല്ലെ? അപ്പൊ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ നോ എനർജി എക്സ്ചേഞ്ച്, നോ മാറ്റർ എക്സ്ചേഞ്ച്. അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ 3 ടൈപ്പ് സിസ്റ്റംസും ക്ലിയർ അല്ലേ കുട്ടികളെ? സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്തത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് വെസൽ. ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് പുറത്തേക്ക് ഹീറ്റ് പോകുന്നില്ല. Q = 0. ഹീറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത ലെറ്റർ ആണ് Q. അപ്പൊ അത് ഏത് ടൈപ്പ് സിസ്റ്റം ആണ്? നോക്ക്, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അതായത് ഇൻസുലേറ്റഡ് വെസൽ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് അഡയാബാറ്റിക് സിസ്റ്റം. എന്താണ് പറയാ? അഡയാബാറ്റിക് സിസ്റ്റം. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. മക്കളെ ഉറപ്പിച്ചോ, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് എഴുതാൻ, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഏത് ടൈപ്പ് ആണ്, എക്സ്റ്റെൻസീവ് ആണോ ഇന്റൻസീവ് ആണോ എന്നുള്ള ചോദ്യം വരും. അപ്പൊ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ദീസ് ആർ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. അതാണ് പഠിക്കണ്ടേ. Depend on amount of matter. Amount of matter in a system. Amount of matter നെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അതായത് എന്തോരം ഉണ്ട് അല്ല അതല്ലേ നമ്മൾ പറയുന്ന എമൗണ്ട് ഓഫ് മാറ്റർ. എത്രത്തോളം ഉണ്ട്, അതിലുള്ള വസ്തു എന്തോരം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ നോക്കിയേ. വോളിയം മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇന്റേണൽ എനർജി. ഇനി ഇവിടെ നിന്നുള്ള ടേമുകളൊക്കെ തെർമോഡൈനാമിക് ടേമുകളാണ്. ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി, ഹീറ്റ് കപ്പാസിറ്റി എക്സെട്ര. ഇവരെല്ലാവരും എല്ലാ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസും എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. എളുപ്പമായില്ലേ അപ്പൊ ഓർക്കാനായിട്ട്?
എക്സാമ്പിൾസ് പഠിക്കാട്ടോ. മക്കളെ എക്സാമ്പിൾസ് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ്. ഇവിടെ എന്താ പറഞ്ഞ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത്? പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം. എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ നോക്കിയേ, ടെമ്പറേച്ചർ, പ്രഷർ. അടുത്ത ശ്രദ്ധിക്കണം, മോളാർ വോളിയം. മോളാർ വോളിയം വെറും വോളിയം ആണെങ്കിൽ അത് എക്സ്റ്റെൻസീവ്. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ്, അവിടെ മാറ്റർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? അത് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, ഇത്രയുമാണ് ഇത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ വരും. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഡിഫറൻഷിയേറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ? തെർമോഡൈനാമിക്സിൽ നമ്മൾ അടുത്തായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആൾക്കാരാണ് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. പേരിൽ തന്നെ ഉണ്ടടാ, പേരിൽ തന്നെ നമുക്ക് അത് കിട്ടും. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും, ഒരു ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവും. അതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ നോക്കിയേ, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി, എല്ലാ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസും സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. പാത്ത് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? പേരിൽ തന്നെ ഉണ്ട്, പാത്ത് ഫോളോഡ്. ആ പോയ വഴിയിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പോയ വഴിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നോക്ക്, ഇതിപ്പോ ടീച്ചർ ഇതൊരു ഇരുമ്പ് വടിയാണ്, ഇതിനെ ചൂടാക്കുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുത്താലും അത് ഈ പോയ വഴിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? പോയ വഴിയൊക്കെ ചൂടാവില്ലേ? അപ്പൊ ഹീറ്റ്, എക്സാമ്പിൾ ഒക്കെ ഹീറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പാത്ത് ഫംഗ്ഷൻ. അടുത്തത് വർക്ക്, ഹീറ്റും വർക്ക് മാത്രമാണ് പാത്ത് ഫംഗ്ഷൻ. ബാക്കി എല്ലാവരും എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, സെറ്റ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത്, ഡിഫൈൻ ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്. തെർമോഡൈനാമിക് പ്രോസസ് പ്രോപ്പർട്ടീസ് കേട്ടോ. അത് ഏതൊക്കെയാണ്? ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ് എന്നാണ്, പ്രോപ്പർട്ടി എന്നല്ല. ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്. നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ 4 ആയിട്ട് പറയാം. ഒന്ന് ഐസോതെർമൽ പ്രോസസ്, പേര് തന്നെ ഉണ്ട് ഐസോതെർമൽ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുമ്പോഴാണ് എന്ന് പറയുന്നത് ഐസോതെർമൽ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. അപ്പൊ ഡെൽറ്റ ടി, ടെമ്പറേച്ചറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ടി ആണ്, ക്യാപിറ്റൽ ടി. അപ്പൊ ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് ഇല്ല അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയ ടെമ്പറേച്ചർ ആണെങ്കിൽ ഡെൽറ്റ ടി ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെയാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. പേര് തന്നെ ഇട്ട തെർമൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ആണ് 0, പക്ഷെ ക്യൂ 0 അല്ല. ക്യൂ എന്ന് വെച്ചാൽ ആരാ? ക്യൂ എന്ന് വെച്ചാൽ ഹീറ്റ് ആണ്, ഹീറ്റ് 0 അല്ല കേട്ടോ. ഹീറ്റും ടെമ്പറേച്ചറും രണ്ട് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഐസോബാറിക് പ്രോസസ്. ബാർ എന്ന് വെച്ചാൽ പ്രഷറിന്റെ യൂണിറ്റ് അല്ലേ? അപ്പൊ ആരാണ് അവിടെ കോൺസ്റ്റന്റ് പ്രഷർ, അതായത് ഡെൽറ്റ പി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി അടുത്തത് ഐസോകോറിക്. ഐസോകോറിക് എന്ന് പറയുമ്പോൾ ആരാണ്? വോളിയം ആണ്. കോറിക് എന്ന് പറഞ്ഞാൽ വോളിയം. അപ്പൊ കോൺസ്റ്റന്റ് വോളിയം ഡെൽറ്റ വി ഈക്വൽ ടു 0, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഐസോകോറിക്. പിന്നെ അഡയാബാറ്റിക്, നേരത്തെ ടീച്ചർ പറഞ്ഞു അല്ലെ, ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോ. അഡയാബാറ്റിക് പ്രോസസ്, അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ ക്യൂ, ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. ക്യൂ ഈക്വൽ ടു 0 കേട്ടോ. ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല, പക്ഷെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവാം കേട്ടോ. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവാം, അതായത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ടെമ്പറേച്ചർ അല്ല, ക്യൂ ഈക്വൽ ടു 0, അതായത് ഹീറ്റ് ചേഞ്ച് ഇല്ല എങ്കിൽ അതിനെ വിളിക്കുന്നതാണ്, കോൺസ്റ്റന്റ് ഹീറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് അഡയാബാറ്റിക് പ്രോസസ്. ക്ലിയർ? ഓക്കെ. ഇനി അടുത്തത് വർക്ക്. നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന അടുത്തൊരു വർക്ക്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ പാത്ത് ഫംഗ്ഷൻ ആണ് വർക്ക് എന്ന്. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അത് ഡിഫറെന്റ് പ്രോസസ്സുകൾ ഉണ്ട്. ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയടാ, വേറെ ഒന്നുമില്ല കേട്ടാ, വേറെ ഒന്നുമില്ല, ഇക്വേഷൻ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ആദ്യത്തെ എക്സ്പാൻഷൻ വർക്ക് W എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് -P ഡെൽറ്റ V. എക്സ്പാൻഷൻ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -P ഡെൽറ്റ V. P എന്ന് വെച്ചാൽ പ്രഷർ, P pressure, delta V change in volume. Okay, set. ഇനി നോക്കിയേ, ഇറിവേഴ്സിബിൾ പ്രോസസ് രണ്ടിനും ഡിഫറെന്റ് ആണ് എക്സ്പ്രഷൻ, വർക്കിന്റെ എക്സ്പ്രഷൻ ട്ടാ. ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ സെയിം എക്സ്പാൻഷൻ വർക്ക് തന്നെ -P ഡെൽറ്റ V. അതേസമയം റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ W എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു -2.303 nRT log V2/V1. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, 1 മാർക്കിലൊക്കെ ഇക്വേഷൻ ആയിട്ട് ചോദിക്കും കേട്ടാ. അപ്പൊ ഫോർ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ W എക്സ്പാൻഷൻ ഈക്വൽ ടു -2.303
nRT log V2 by V1. ഓക്കെ, നോൺ എക്സ്പാൻഷൻ വർക്ക് അത്രയും ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും ജസ്റ്റ് നോക്കി വെക്കാം. നോൺ എക്സ്പാൻഷൻ വർക്കിന്റെ ഇക്വേഷൻ E into Q. E എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, Q എന്ന് വെച്ചാൽ ചാർജ് ആണ്. ഇത് ഫ്രീ എക്സ്പാൻഷൻ പല വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ എക്സ്റ്റേണൽ പ്രഷർ 0 ആവുമ്പോഴാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ് എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ടു വാക്വത്തിലേക്കുള്ള എക്സ്പാൻഷൻ. എക്സ്റ്റേണൽ പ്രഷർ 0. എക്സ്റ്റേണൽ പ്രഷർ 0 ആയാൽ W വർക്ക് 0 ആയിരിക്കും, ഹീറ്റ് 0 ആയിരിക്കും. ഇന്റേണൽ എനർജി ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് കേട്ടോ. ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആയിരിക്കും. അപ്പൊ എന്താണ് ഫ്രീ എക്സ്പാൻഷൻ, അതിൽ ആരൊക്കെയാണ് 0 ആവുന്നത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം, അത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് തെർമോഡൈനാമിക്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യമാണ് സൈൻ കൺവേർഷൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ തെർമോഡൈനാമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യണം, ഒന്ന് ഹീറ്റ്, അടുത്തത് W. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. സിസ്റ്റത്തിന് എനർജി കിട്ടുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവ്, സിസ്റ്റത്തിന് എനർജി കിട്ടുന്നത് പോസിറ്റീവ്. സിസ്റ്റത്തിൽ നിന്ന് എനർജി നഷ്ടപ്പെടുകയാണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, ഗെയിൻ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ്, ലോസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ്. അപ്പൊ നോക്കിയേ, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്തു, എനർജി കിട്ടി, പോസിറ്റീവ് Q. ഓക്കെ, എനർജി കിട്ടി, പോസിറ്റീവ് Q. ഹീറ്റ് റിലീസ്ഡ് ഫ്രം ദ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നെഗറ്റീവ് Q. ഓക്കെ അല്ലേ? ഈ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് W. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, നോക്ക് സിസ്റ്റം നമ്മളാണെങ്കിൽ നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ പണിയെടുത്ത എനർജി പോവൂലേ, നഷ്ടപ്പെടല്ലേ, എനർജി പോവാണ്, അപ്പൊ -W. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി അടുത്തത് ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഡെൽറ്റ യു ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച് അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് ചേഞ്ചിനെയാണ് എന്ന് വിളിക്കുന്നത് ഡെൽറ്റ യു, ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അതൊന്ന് ഓർത്താൽ മതിയെ. ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് pressure. Okay, അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യു വി, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യു പി. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യു വി, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യു പി. ജസ്റ്റ് അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇനി വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് കേട്ടോ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഇസ് ഓൾവേസ് കോൺസ്റ്റന്റ്. എനർജി നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, നഷ്ടപ്പെടുത്താനും പറ്റില്ല. യൂണിവേഴ്സിലുള്ള ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം ടോട്ടൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്, അങ്ങനെയും പറയാം. സിമ്പിൾ ഡെഫിനിഷൻ അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഡെഫിനിഷൻ ആണ്. ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ ടേം എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ പറയും. ഇന്റേണൽ എനർജിയുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ടേം എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ, മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇന്റേണൽ എനർജി അല്ലെ, ഡെൽറ്റ യു എന്ന് വെച്ചാൽ ആരാ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ ആരായിരുന്നു, ഹീറ്റ്. ഡബ്ല്യു ആരാണ്, വർക്ക് അല്ലെ. വർക്ക് എന്നുള്ളത് വർക്ക് എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ നമ്മൾ ഡബ്ല്യുവിന് പകരം എന്ത് കൊടുക്കാം, -p ഡെൽറ്റ വി. തുടക്കത്തിലെ പഠിച്ചു, W എക്സ്പാൻഷൻ ആണെങ്കിൽ -p ഡെൽറ്റ വി. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, ഡെൽറ്റ യു ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, അതല്ലെങ്കിൽ ഡെൽറ്റ യു ഇക്വൽ ടു ക്യൂ -p ഡെൽറ്റ വി. ഓക്കെ, കഴിഞ്ഞു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ എൻതാൽപ്പി. എന്താണ് എൻതാൽപ്പി? അടുത്ത തെർമോഡൈനാമിക് ടേം ആണ് എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ H. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എൻതാൽപ്പി. അതിനെ നമുക്ക് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം വർക്ക്. നോക്ക്, H ആണ് എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് വെച്ചാൽ ഇന്റേണൽ എനർജി, UL ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം വർക്ക്, PV എന്ന് എഴുതാം. അവിടെ H is equal to U plus PV. അതാണ് എൻതാൽപ്പിയുടെ ഇക്വേഷൻ. അതായത് ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം PV is equal to nRT ആണ് കുട്ടികളെ. PV is equal to nRT. പ്രഷർ ഇൻറ്റു വോളിയം is equal to nRT ആണ്. അപ്പൊ നമുക്ക് PVക്ക് പകരം P ഡെൽറ്റ വിക്ക് പകരം
എന്തെന്നും കൊടുക്കാം? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലെ. R എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. അപ്പൊ അവിടെ P ഡെൽറ്റ വി എന്നാണ് എഴുതണമെങ്കിൽ ഡെൽറ്റ എൻ ആർ ടി എന്നും കൊടുക്കാം. അപ്പൊ നമ്മുടെ എൻതാൽപ്പിക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ഡെൽറ്റ എച്ച് സിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, അതല്ല എങ്കിൽ ഡെൽറ്റ എച്ച് സിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഓക്കെ, രണ്ട് ഇക്വേഷൻ പഠിച്ചു. അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു കേട്ടോ. ഒന്ന് ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ, പിന്നെ ഒന്ന് എൻതാൽപ്പിയുടെ ഇക്വേഷൻ. ഇപ്പൊ തന്നെ എഴുതി ആ ചമരുമ്പോ അങ്ങോട്ട് ഒട്ടിച്ചേക്ക് കേട്ടോ. പഠിക്കുന്ന ടേബിളിന്റെ ചമരുമ്പോ അങ്ങോട്ട് ഒട്ടിച്ചേക്ക്. ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ യു ഇസിക്കൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. എൻതാൽപ്പി ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. രണ്ട് ഇക്വേഷനും എഴുതി ഒട്ടിച്ചോ. സെറ്റ്. ഓക്കെ, അടുത്തത് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. എൻതാൽപ്പി ഡയഗ്രാം വരയ്ക്കാൻ എക്സോതെർമിക് പ്രോസസ്, എൻഡോതെർമിക് പ്രോസസ്, രണ്ട് റിയാക്ഷൻസ് കേട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലെ. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് പുറത്തേക്ക് കളയാന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഹീറ്റ് പുറത്തേക്ക് കളയുമ്പോൾ നമ്മള് ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്നാണ് എഴുതുക. കാരണം ഹീറ്റ് ലോസ് ആണ്, എൻതാൽപ്പി നഷ്ടപ്പെട്ടു, ഹീറ്റ് ലോസ്. അപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവ്. എക്സോതെർമിക് അപ്പൊ എക്സോതെർമിക് ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് നോക്കിയേ. എക്സോതെർമിക്കിന്റെ ഗ്രാഫ് കണ്ടോ? ഇതേടെ മക്കളെ ഇത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങള് നോക്കിയേ, എക്സോതെർമിക് ആണെങ്കിൽ റിയാക്ടന്റിന്റെ എനർജി കൂടുതൽ, പ്രൊഡക്റ്റിന്റെ എനർജി കുറവായിരിക്കും. എക്സോതെർമിക് ആണെങ്കിൽ റിയാക്ടന്റിന്റെ എനർജി കൂടുതൽ, പ്രൊഡക്റ്റിന്റെ എനർജി കുറവ്, അതായത് എനർജി നഷ്ടപ്പെട്ടു. ഇനി എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പൊ ഡെൽറ്റ എച്ച് പോസിറ്റീവ്, എൻഡോതെർമിക്കിന് ഡെൽറ്റ എച്ച് പോസിറ്റീവ്. അപ്പൊ നോക്കിയേ, അപ്പൊ എന്താണ് എൻഡോതെർമിക്? ഓക്കെ, എൻഡോതെർമിക് ആണെങ്കിൽ റിയാക്ടന്റിന് എനർജി കുറവ്, പ്രൊഡക്റ്റിന് എനർജി കൂടുതൽ. ഈ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതിയടാ. എൻഡോതെർമിക് എന്താണ്, എക്സോതെർമിക് എന്താണെന്ന് വരയ്ക്കാൻ ജസ്റ്റ് പഠിച്ചാൽ മതി. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ ഗ്രാഫ് വരയ്ക്കാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ പഠിച്ചതിൽ നിന്ന് ചോദ്യം ചോദിക്കാവുന്ന ഒരു രീതിയാണ്. മാറ്റി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചു, ആ ഇക്വേഷൻ തന്നേക്കാം. ഹൗ ക്യാൻ ദിസ് ഇക്വേഷൻ ബി എക്സ്പ്രസ്ഡ് ഫോർ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്? ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിന് എങ്ങനെ ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാം? അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ച് ആണെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0 ആണ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അവിടെ ഒരു കാര്യം കൂടി പഠിക്കുക, ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡെൽറ്റ യു ഈക്വൽ ടു 0 ആയിരിക്കും. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ. ഡെൽറ്റ യു 0 എന്ന് പറഞ്ഞാൽ ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ. അപ്പൊ എന്ത് വരും? നമുക്കിത് ഇപ്പുറത്തോട്ട് എടുക്കാം അല്ലെ. അപ്പൊ Q is equal to minus W. ഐസോതെർമൽ പ്രോസസ്സിന് ഡെൽറ്റ യു 0, സോ Q is equal to minus W എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, എ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും? കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ഈക്വൽ ടു 0 ആണ്. നമ്മൾ പഠിച്ച് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, അല്ലെങ്കിൽ ക്യൂ പ്ലസ് ഡബ്ല്യുവിന് പകരം എന്തെന്ന് എഴുതാം? മൈനസ് പി ഡെൽറ്റ വി എന്ന് എഴുതിക്കൂടെ? ഡെൽറ്റ വി 0 ആണെങ്കിൽ ഈ ടേം 0 ആയി പോവും അല്ലെ. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ, എന്ന് എഴുതാം. ഓക്കെ അല്ലെ മക്കളെ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം when no heat is absorbed by a system from the surrounding when work is done on the system. What type of wall does the system have? ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നമ്മൾ അത് ചോദ്യം ഒന്നും ഇരുത്തി വായിച്ചാൽ സിമ്പിൾ ആണ് മക്കളെ. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞേക്കണത്? എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം when no heat is absorbed by the system. ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടില്ല, that means Q is equal to 0. ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടില്ല, Q is equal to 0 from the surrounding, but work is done on the system. Work done on the system, സൈൻ എന്താണ്? പോസിറ്റീവ്. ഓക്കെ, അപ്പോ ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ എന്തായി മാറും? അത് നോക്കാം നമുക്ക്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ, ക്യൂ 0 അല്ലേ. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഡബ്ല്യു എന്ന് എഴുതാം. ഇനി അവർ ചോദിച്ചേക്കണത് വാട്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ എങ്ങനെ ടൈപ്പ് വാൾ എങ്ങനെയാണ് നോക്ക്. Q0 വന്നാൽ അത് എന്ത് ടൈപ്പ് വാളാണ്? ഡയാബാറ്റിക് വാളാണ്. Q0 വന്നാൽ അത് എന്ത് ടൈപ്പ് വാളാണ്?
അഡിയാബാറ്റിക് വാൾ. അത്രേ ഉള്ളൂ, സിമ്പിൾ കേട്ടോ. ഇനി അടുത്തത് എൻതാൽപ്പി എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി പല ടൈപ്പ് എൻതാൽപ്പികൾ പഠിക്കാനുണ്ട്. അപ്പൊ കുറച്ച് ഡെഫിനിഷൻസ് ആണ്, ബോറടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആണ്. ആ പേരിൽ തന്നെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ആ പേരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തത് ഡിഫൈൻ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് അല്ലേ, റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് എങ്ങനെ എഴുതും? ഡെൽറ്റ ആർ എച്ച്, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. പേര് തന്നെ ഉണ്ടടാ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച്. എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ നടക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഓക്കെ അല്ലെ? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കണം, കാരണം പ്രോബ്ലം ചോദിക്കും. അപ്പൊ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ നോക്കിയേ, സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റന്റ്. അതിന്റെ ഈ നമ്മള് സം ആയതുകൊണ്ടാണ് സിഗ്മ എന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ. സമ്മേഷൻ സിഗ്മ എൻതാൽപ്പി, ഡെൽറ്റ എച്ച് അല്ലെ, എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി, എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് സിഗ്മ എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്. ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്, എഴുതിയെടുത്ത് വെച്ചോ, വെരി ഇമ്പോർട്ടന്റ്, ചേമരം ഒട്ടിച്ചോട്ടാ. ഇനി അടുത്തത് ചോദിച്ചേക്കണേ, ഡിഫൈൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല മക്കളെ, ദേ ഇവിടെ ഒരു നേരത്തെ നമ്മൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എഴുതിയല്ല, അതിന്റെ മുകളിൽ ഒരു 0 കൂടി ഇടണം. അപ്പൊ അതെന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആയി. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ആ പേര് തന്നെ ഉണ്ട്, ഒരു റിയാക്ഷൻ നടക്കുന്നത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ when all substance are in standard state. എല്ലാ സബ്സ്റ്റൻസും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം. അപ്പൊ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? അവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആയിരിക്കണം. അപ്പൊ 1 bar പ്രഷറും 298 കെൽവിൻ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു കാര്യം കൂടി പറയാം, നമ്മളിപ്പോ ഒരു കാർബൺ ആണ് എടുക്കുന്നതെങ്കിൽ കാർബണിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതേസമയം ഹൈഡ്രജൻ ഒക്കെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഇങ്ങനെയാണ്, H2 ഗ്യാസ്. അതായത് അവർ എങ്ങനെയാണോ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത് അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ക്ലോറിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അതും ഡയാറ്റോമിക് ആണ്, അപ്പൊ അതും ഇങ്ങനെയാണ് ഇരിക്കുക. അതേപോലെ ഓക്സിജൻ ആണെങ്കിലും O2, ഇതാണ് അവരുടെ എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ഓരോ എലമെന്റ്സും ഇരിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റ് എഴുതിയത്. ഓക്കെ, ശരി. ഇനി അടുത്തത് ഡിഫൈൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. നോക്കിയേ, ഫോർമേഷൻ എന്നാണ് പറഞ്ഞേക്കണത്. നേരത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞപ്പോ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയാം. ഇത് ഫോർമേഷൻ എന്ന് പറയുമ്പോ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോഴുള്ള, എലമെന്റ്സിൽ നിന്ന് ആൾക്കാർ ഉണ്ടാകുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച്. അതായത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ ഫോർമേഷൻ ഓഫ് 1 mole ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ്. ഒരു എലമെന്റിൽ നിന്ന് അതിന്റെ 1 mole കോമ്പൗണ്ട് ഉണ്ടാവാനുള്ള എൻതാൽപ്പി ചേഞ്ച്, അതിനെയാണ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. കിട്ടിയില്ലേ? സിമ്പിൾ ആണ്, പേര് തന്നെ ഉണ്ട്. ഇനി ഡിഫൈൻ എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ. ഫേസ് ട്രാൻസിഷൻ നടക്കുമല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഐസ് എന്നുള്ള ആള് വാട്ടർ ആവും, വാട്ടർ എന്നുള്ള ആള് വേപ്പർ ആവും അല്ലെ. അപ്പൊ ഫേസ് ട്രാൻസിഷൻ നടക്കാണ്, അപ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെ എന്താണ് വിളിക്കുക? അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോണേ കേട്ടോ. അതേ നോക്കിയേ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, 1 mole സോളിഡ് സബ്സ്റ്റൻസിനെ അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറ്റുന്നു അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, സോളിഡ് ടു ലിക്വിഡ് കേട്ടോ. ഇനി വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, പേര് തന്നെ ഇവിടെ വേപ്പർ ആകുന്നു. അപ്പൊ എങ്ങനെയാണ് വേപ്പർ ആവുക? 1 mole ലിക്വിഡ് ചേഞ്ചസ് ടു വേപ്പർ അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ബോയിൽ ചെയ്യുമ്പോഴാണ് വേപ്പർ ആവുന്നത്. അപ്പൊ അതിനെയാണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ കേട്ടോ. ഇനി മോളാർ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. എപ്പോഴാണ് സബ്ലിമേഷൻ എന്ന് പറയാ? സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആവുമ്പോ. അപ്പൊ 1 mole സോളിഡിനെ ഗേഷ്യസ് സബ്സ്റ്റൻസ് ആക്കണം അറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ജസ്റ്റ് ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ സിമ്പിൾ ആക്കി എഴുതാവുന്ന സാധനമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേറ്റ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. എന്താണ് ഹെസ്സസ് ലോ പറയുന്നത്? ലോ സ്റ്റേറ്റ്സ് ദാറ്റ് total enthalpy change for a physical or chemical process is same whether the reaction takes place in single step or several step. സിമ്പിൾ ആയിട്ട് എഴുതി കാണിച്ചാലോ ടീച്ചർ. എ എന്നുള്ള ആള് ബി ആകണം, ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് വിചാരിക്കട്ടാ. എ എന്നുള്ള ആള്, എ എന്നുള്ള റിയാക്ടന്റ് ബി ആകണം. അപ്പൊ ഇവിടെ ഒരു എൻതാൽപ്പി ചേഞ്ച് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും, ഡെൽറ്റ എച്ച് എന്ന് എഴുതാം. അത് സപ്പോസ് ഒരു 200 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കും. ഓക്കെ, എ എന്നുള്ള ആള് ബി ആവണം, എൻതാൽപ്പി ചേഞ്ച് 200 കിലോ ജൂൾ. ഇതിപ്പോ ഒറ്റ സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടന്നത്. ചിലപ്പോ ഒറ്റ സ്റ്റെപ്പിൽ അല്ലാതെ നടക്കാമല്ലോ. അപ്പൊ ഒന്നിലധികം സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കും. എ ബി ആകണം, ഡയറക്റ്റ് ആവാതെ എ ആദ്യം സി ആയി. അപ്പൊ അവിടെ ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടായി, ഡെൽറ്റ എച്ച്. അതൊരു 50 ആണെന്ന് വിചാരിക്കും, 50 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കും കേട്ടാ. ഇനി അത് കഴിഞ്ഞിട്ട് സി എന്നുള്ള ആള് ഡി എന്നുള്ള ആളായി മാറി. അപ്പൊ
അവിടുത്തെ ഡെൽറ്റ എച്ച് ഒരു 100 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കുക. അതിനുശേഷമാണ് ഡി എന്തായത്, ബി ആയത്. അപ്പൊ അവിടുത്തെ ഡെൽറ്റ എച്ച് 50 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ, ഒരു സ്റ്റെപ്പിൽ റിയാക്ഷൻ നടന്നാലും ഒന്നിലധികം സ്റ്റെപ്പിൽ റിയാക്ഷൻ നടന്നാലും അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നോക്കിയേ, എ ബി ആവാൻ 200 കിലോ ജൂൾ അല്ല എടുത്തേ. ഈ 3 സ്റ്റെപ്പ് വഴി ആദ്യം സി ആയി പിന്നെ ഡി ആയി അല്ലെ. അപ്പൊ ഇവിടെ ഡെൽറ്റ H1, ഇവിടെ ഡെൽറ്റ H2, ഡെൽറ്റ H3 എന്ന് എഴുതാം. നോക്ക്, ഡെൽറ്റ എച്ച് ടോട്ടൽ എൻതാൽപ്പി ട്ടാ, ഈ 3 സ്റ്റെപ്പിലെ ടോട്ടൽ എൻതാൽപ്പി എന്ന് പറയുന്നത് ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3 അല്ലേ. ഡെൽറ്റ H1 എത്രയാണ്, 50 പ്ലസ് ഡെൽറ്റ H2 എത്രയാണ്, 100 പ്ലസ് ഡെൽറ്റ H3 എത്രയാണ്, 50. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 200 കിട്ടൂലേ. ഇതാണ് പറഞ്ഞത്. ഒരു സ്റ്റെപ്പിൽ റിയാക്ഷൻ നടന്നാലും ഒന്നിലധികം സ്റ്റെപ്പിൽ റിയാക്ഷൻ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെ വിളിക്കുന്നതാണ് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. സിമ്പിൾ. പടം കൂടി വരച്ചു വെച്ച പെർഫെക്റ്റ്. ടീച്ചർമാർ ഇംപ്രസ്ഡ് ആയി നമ്മുടെ പേപ്പർ കണ്ടിട്ട് കേട്ടോ. അപ്പൊ ആ പടം കൂടി വരച്ച് സെറ്റ്. ഓക്കെ മക്കളെ, അടുത്തത് കേട്ടോ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. നേരത്തെ നമ്മൾ എൻതാൽപ്പി ചേഞ്ച് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ, കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക, ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോഴാണ് കമ്പഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോമ്പൗണ്ട് ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? Standard heat enthalpy of combustion. Okay, 1 mole of substance is completely burned in presence of excess of air or oxygen. Okay, പിന്നെ സ്റ്റാൻഡേർഡ് ഹീറ്റ് എന്ന് പറഞ്ഞ കാരണം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. ഇനി അടുത്തത് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. അടുത്ത എൻതാൽപ്പി ടേമുകളാണ് ഈ പറയുന്നത്. എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻതാൽപ്പി ചേഞ്ച് ഓൺ ബ്രേക്കിംഗ് ഒരു മോൾ 1 mole of bond completely to obtain atoms in the gaseous phase. നോക്ക്, H2 എന്നുള്ള ഒരു മോളിക്യൂൾ, അതിനെ ബ്രേക്ക് ചെയ്യണം. 1 mole ആണ്. 1 mole പ്രത്യേകം ആലോചിക്കുക. എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എന്ന് പറയുമ്പോൾ 1 mole ആണ് വേണ്ടത്. ഈ H2നെ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ ആറ്റംസ് ആക്കി മാറ്റണം. ആറ്റംസ് പറഞ്ഞാൽ ആരാ? 2H അല്ലേ. അപ്പൊ അവിടെ ഉണ്ടായ എൻതാൽപ്പി ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. ക്ലിയർ? ഇനി അടുത്ത ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് കെമിക്കൽ ബോണ്ട്. ബ്രേക്കിംഗും മേക്കിംഗും, കെമിക്കൽ ബോണ്ടിന്റെ ബ്രേക്കിങ്ങിനും മേക്കിങ്ങിനുമായിട്ട് ഉപയോഗിക്കുന്ന ബോണ്ട് എൻതാൽപ്പിയാണ് എന്തെന്ന് പറയുന്നത്? അല്ല, എൻതാൽപ്പി ചേഞ്ച് കേട്ടോ. ബോണ്ടിന്റെ ബ്രേക്കിങ്ങിനും മേക്കിങ്ങിനും വേണ്ടിയിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നമുക്കൊരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നോക്ക്, ഈ പാൻ എനിക്ക് ഒടിക്കണം, ഞാൻ ശക്തി ഉപയോഗിക്കണ്ടേ? വേണ്ടേ? അപ്പൊ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എൻതാൽപ്പി ഈസ് പോസിറ്റീവ് കേട്ടോ. എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അപ്പൊ അവിടുത്തെ എൻതാൽപ്പി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ബോണ്ട് ഫോം ചെയ്യണം, ഫോർമേഷൻ ആണ്. അപ്പൊ എനർജി ഒക്കെ റിലീസ് ആയി ഫ്രീ ആയി. അതായത് ഫോർമേഷൻ ആണെങ്കിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ് ട്ടാ. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് എൻട്രോപ്പിയും കൂടി പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിലോട്ട് വരാം കേട്ടോ. എൻട്രോപ്പി എന്നുള്ള ടേമും കൂടി പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിലോട്ട് വരാവേ ടീച്ചർ. ഓക്കെ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്താണെന്ന് കൂടി നോക്കാം. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ പിന്നെ എൻതാൽപ്പി ഓഫ് ഡൈലൂഷൻ, ഈ 2 എൻതാൽപ്പിയും കൂടി കഴിഞ്ഞാൽ എൻതാൽപ്പികളുടെ ഡെഫിനിഷൻ കഴിഞ്ഞേ. അപ്പൊ എന്താണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ? നോക്കിയേ, സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്ക്, ഉപ്പ് വെള്ളം സൊല്യൂഷൻ അല്ലേ, സോൾട്ട് സൊല്യൂഷൻ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പൊ ഉപ്പ് വെള്ളം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആരൊക്കെ വേണം? ഉപ്പ് വെള്ളം ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് ആരൊക്കെ വേണം? വാട്ടറിനെ നമ്മൾ കെമിസ്ട്രിക്കാർ വിളിക്കണതാണ് സോൾവെന്റ്. ഇതിലേക്ക് ഉപ്പിട്ടു, ഉപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, എന്താണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ? ഇറ്റ് ഈസ് എൻ എൻതാൽപ്പി ചേഞ്ച് when 1 mole of a substance is dissolved in specified amount of solvent. 1 mole ഒരു സബ്സ്റ്റൻസ് സൊല്യൂട്ട് ഒരു സ്പെസിഫൈഡ് അമൗണ്ട് സോൾവെന്റിലേക്ക്, 1 mole സബ്സ്റ്റൻസ് സോൾവെന്റിലേക്ക് ലയിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എൻതാൽപ്പി ഓഫ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള്
സോൾവെന്റ് ആഡ് ചെയ്യുമ്പോഴാണ് ഡൈല്യൂഷൻ എന്ന് പറയാ. ഇപ്പൊ ഉപ്പുവെള്ളം അത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണം. ഓക്കെ, നോക്ക്, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 5 സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഞാൻ കലക്കി വെച്ചേക്കാണ്. എനിക്ക് അതിനെ ഒന്നുകൂടി ഡൈല്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത്തിരി കൂടി വെള്ളം ആഡ് ചെയ്യണം എന്നാണ്. അതായത് സോൾവെന്റ് ആഡ് ചെയ്യുമ്പോഴാണ് ഡൈല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എൻതാൽപ്പി ഓഫ് ഡൈല്യൂഷൻ? ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് when a solution is diluted, that is more solvent is added to the solution. ഓക്കെ, ക്ലിയർ അല്ലേ? സോൾവെന്റ് ആഡ് ചെയ്യുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ചിനെ പറയുന്നതാണ് എൻതാൽപ്പി ഓഫ് ഡൈല്യൂഷൻ. ഇനി ലാറ്റിസ് എൻതാൽപ്പി, അടുത്ത ഇമ്പോർട്ടന്റ് ടേം ആണ് ലാറ്റിസ് എൻതാൽപ്പി. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? ലാറ്റിസ് എൻതാൽപ്പി നോക്കിക്കോട്ടെ. എൻതാൽപ്പി ഓഫ് an ionic compound is the heat required to separate 1 mole of an ionic compound into corresponding gaseous ion. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. NaCl എന്നുള്ള ആള് എൻതാൽപ്പി ഹീറ്റ് റിക്വയർഡ് ടു സെപ്പറേറ്റ് 1 mole NaCl 1 mole എടുത്തേക്കാണെന്ന് വിചാരിക്കട്ടോ. ഈ 1 mole NaClന് അതിന്റെ കറസ്പോണ്ടിങ് ഗേഷ്യസ് അയോൺസ് എന്ന് വെച്ചാൽ Na+Cl-. NaClനെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ Na+Cl- ഉണ്ടാവും അല്ലെ. ഇതിന്റെ ഗേഷ്യസ് അയോൺ ആക്കി മാറ്റാനുള്ളതിനെയാണ്, ആ എൻതാൽപ്പിനെയാണ്, ആ എനർജിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, ഒരു മോൾ കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ ഗേഷ്യസ് അയോൺസ് ആക്കി മാറ്റാനുള്ള എൻതാൽപ്പി. അതല്ലെങ്കിൽ തിരിച്ചും പറയാം, ഈ ഗേഷ്യസ് അയോണിനെ തിരിച്ച് എന്താക്കി മാറ്റണം. നോക്കെ, ഇറ്റ് ഈസ് എ ഹീറ്റ് ഇവോൾവ് when 1 mole of an ionic compound is formed from corresponding gaseous ion. corresponding gaseous ionൽ നിന്ന് 1 mole ionic compound ഉണ്ടായതിനെ നമുക്ക് എന്ത് പറയാം? ലാറ്റിസ് എൻതാൽപ്പി. ഡെഫിനിഷൻ പഠിക്കുക, ഇമ്പോർട്ടന്റ് കേട്ടോ. ബോൺ ഹേബർ സൈക്കിൾ, ഒരു അയോണിക് ക്രിസ്റ്റലിന്റെ ബോൺ ഹേബർ സൈക്കിൾ വരയ്ക്കാൻ പറഞ്ഞു ചോദിക്കും. അപ്പൊ നമ്മൾ NaClന്റെ ഈ ബോൺ ഹേബർ സൈക്കിൾ വരയ്ക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം NaCl ഉണ്ടാവണമെങ്കിൽ Na+ഉം Cl-ഉം ക്ലോറിനും ചേർന്നാൽ മതി. പക്ഷെ അതൊരൊറ്റ സ്റ്റെപ്പിൽ സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യമല്ല മക്കളെ. ആദ്യം സോഡിയം എന്നുള്ള ആള് സോളിഡ് ആണ് അല്ലെ, സോഡിയം എന്നുള്ള ആള് സോളിഡ് അല്ലേ. ആ സോളിഡിനെ ആദ്യം തന്നെ നമ്മള് ഗ്യാസ് ആക്കി മാറ്റണം. അപ്പൊ അവിടെ ഉള്ള എൻതാൽപ്പി ചേഞ്ച് നമ്മൾ നേരത്തെ പഠിച്ചടാ. സോളിഡിനെ ഗ്യാസ് ആക്കണമെങ്കിൽ ഏത് എൻതാൽപ്പിയാണ്? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. കണ്ട, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഇനി ആ ഗ്യാസ് എന്ത് ചെയ്യണം? Na എന്നുള്ള ആള് ഒരു ഇലക്ട്രോണിനെ കളയണം. അപ്പോഴല്ലേ NaCl ആവുക. അതെ, കണ്ട, NaCl ഉണ്ടാവണമെങ്കിൽ Na+Cl- അല്ലേ ചേരേണ്ടത്. അപ്പൊ Na എന്നുള്ള ആള് ഒരു ഇലക്ട്രോണിനെ കളയണം. ഇലക്ട്രോണിനെ കളയണമെങ്കിൽ വേണ്ടതാണ് എന്ത്? അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ ഇലക്ട്രോണിനെ കളയാൻ ഇവിടെ അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ Na എന്നുള്ള ആള് Na+ ഗ്യാസ് ആയി മാറി. സോഡിയത്തിന്റെ കാര്യം കഴിഞ്ഞു. ഇനി അതേപോലെ നമ്മൾ ക്ലോറിനെ നോക്കട്ടോ. ക്ലോറിൻ ആ Cl- ഉണ്ടാവണമെങ്കിൽ കുറച്ച് കടമകളുണ്ട്. എന്തൊക്കെയാണ്? ആദ്യം ക്ലോറിൻ നിങ്ങൾക്ക് അറിയാം, അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Cl2 ആണ്, ഡയറ്റോമിക് ആണ്. അപ്പൊ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിസോസിയേറ്റ് ചെയ്യണം അല്ലെ, ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അപ്പൊ ½ Cl2. അപ്പൊ നിങ്ങൾക്ക് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഓക്കെ, അപ്പൊ അത് Cl ഗ്യാസ് ആയി മാറി. Cl ഗ്യാസ് ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കണം അല്ലെ, ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചാലല്ലേ Cl- ആവും. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പൊ Cl- ഗ്യാസ് ആയി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, ഫൈനലി ഇതെല്ലാം കൂടി സം ചെയ്തു, നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കിട്ടി. അപ്പൊ കണ്ടോ, ലാറ്റിസ് എൻതാൽപ്പിയുടെ ഇക്വേഷൻ നോക്കിയേ. ഇതാണ് ലാറ്റിസ് എൻതാൽപ്പിയുടെ ഇക്വേഷൻ. എന്താണ് ലാറ്റിസ് എൻതാൽപ്പിയുടെ ഇക്വേഷൻ? ഫോർമേഷൻ, NaClന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇത്രയും എനർജീസ് കൂടിയിട്ടാണ് NaCl ഫോം ചെയ്യണം അല്ലെ. അപ്പൊ നോക്കിയേ, NaClന്റെ ഫോർമേഷന് വേണ്ട എനർജീസ് എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. നോക്കിയാൽ മതി, ഇവിടെ നോക്കിയാൽ മതി. ഈ ഫോർമേഷൻ, ഈ ഒരു എൻതാൽപ്പി, ഇതാണ് ഫോർമേഷൻ. അവിടേക്ക് ഏതൊക്കെ എനർജീസ് കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുക? സബ്ലിമേഷൻ കൂട്ടണം, അയണൈസേഷൻ കൂട്ടണം, ബോണ്ട് ഡിസോസിയേഷൻ കൂട്ടണം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂട്ടണം, ലാറ്റിസ് എൻതാൽപ്പി കൂട്ടണം. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുക. നമ്മൾ നേരത്തെ എന്താണ് ഹെസ്സസ് ലോ പഠിച്ചല്ലോ, അതാണ് ഇവിടെ അപ്ലൈ ചെയ്തത് കേട്ടോ. അതിൽ നിന്ന് ഈ ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കണമെങ്കിൽ ഇതുങ്ങളൊക്കെ ഇപ്പുറത്തോട്ട് എടുത്താൽ മതി. എന്താ മൈനസ് ചെയ്ത് നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കിട്ടി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ശരി, അടുത്തത് കേട്ടോ. അടുത്ത ഡിഫൈൻ എൻട്രോപ്പി. അടുത്ത തെർമോഡൈനാമിക് ടേമിലോട്ട് വരികയാണ് നമ്മൾ. ഡിഫൈൻ എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ്സിനെയാണ് എന്ന് വിളിക്കുന്നത് എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഫ്രീഡം ആണ്. ഫ്രീഡം മക്കളെ, ഫ്രീഡത്തിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് വിളിക്കുന്നത് കേട്ടാ. ഇപ്പൊ നോക്കിയേ, ക്ലാസ്സിൽ ടീച്ചർ ഉള്ള സമയത്ത് ഭയങ്കര ഓർഡേർഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെ. അതേസമയം ക്ലാസ്സിൽ ടീച്ചർ ഇല്ലെങ്കിലോ
നിങ്ങൾ ഡിസോർഡർ ആയി, നിങ്ങൾക്ക് ഫ്രീ ആയി സംസാരിക്കാം, നിങ്ങൾക്ക് ഫ്രീഡം കിട്ടി അല്ലെ. അപ്പൊ അതാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ആ ഫ്രീഡത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻട്രോപ്പി. അപ്പൊ എൻട്രോപ്പിയുടെ ഡെഫിനിഷൻ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ് ഓഫ് ദി സിസ്റ്റം. ഇനി അടുത്തത് എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. തെർമോഡൈനാമിക്കിൽ നമ്മൾ പഠിക്കുന്ന അടുത്തൊരു ടോപ്പിക് ആണ് സ്പോണ്ടേനിറ്റി. എന്താണ് സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what is spontaneous process? നമുക്ക് നോക്കാം എന്താണ് spontaneous process. Process takes place without the help of external agency. ഒരു external agencyയുടെ സഹായമില്ലാതെ നടക്കുന്നതാണ് spontaneous process എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ടീച്ചർ പറഞ്ഞില്ലേ, ക്ലാസ്സിൽ ടീച്ചർ ഇല്ലെങ്കിൽ നിങ്ങൾ വർത്താനം പറയും. അത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ വർത്താനം പറയാൻ അല്ലെ? ആരും പറയേണ്ട ആവശ്യമില്ല, സ്പോണ്ടേനിയസ് ആണത്. ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, സംസാരിക്കും. അപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ടെൻഡൻസി ആണ്. ഞാൻ ഇതൊരു സ്ലൈഡിംഗ് പൊസിഷനിൽ ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ഇരിക്കോ ഇല്ല, ആ ബോൾ എന്ത് ചെയ്യും, അത് താഴോട്ട് വരും. അത് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. മുകളിലിരിക്കുന്ന ആളെ ഇഴുകി താഴേക്ക് വരും. അപ്പൊ എക്സ്റ്റേണൽ എനർജി ഇല്ലാതെ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, എൻട്രോപ്പിയും സ്പോണ്ടേനിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം? ഡ്യൂറിങ് എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡിസോർഡർ ഇൻക്രീസസ്. ശരിയല്ലേ? സ്പോണ്ടേനിയസ് ആവാന്ന് വെച്ചാൽ ഡിസോർഡർ ആവാന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എൻട്രോപ്പി എന്തായിരിക്കും മക്കളെ, കൂടും. എൻട്രോപ്പി പോസിറ്റീവ്. ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ എസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇനി 1-2 ചോദ്യങ്ങൾ. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് നോക്കാം എൻട്രോപ്പി എവിടെയാണ് എൻട്രോപ്പി കൂടുന്നത്, എവിടെയാണ് എൻട്രോപ്പി കുറയുന്നത്. ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ടു സോളിഡ്. ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറി. എടാ ഫ്രീഡം അല്ലേ എൻട്രോപ്പി എന്ന് പറഞ്ഞാല്. ലിക്വിഡ് സോളിഡ് ആയി. ലിക്വിഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫ്രീ അല്ലേ. സോളിഡ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഭയങ്കര അറേഞ്ച്ഡ് അല്ലേ. അപ്പൊ ലിക്വിഡ് സോളിഡ് ആവുമ്പോൾ എൻട്രോപ്പിക്ക് എന്ത് പറ്റും, ഫ്രീഡം കുറഞ്ഞില്ലേ, എൻട്രോപ്പി കുറഞ്ഞു. ഓക്കെ, അപ്പൊ ലിക്വിഡ് സോളിഡ് ആവുമ്പോൾ എൻട്രോപ്പി ഡിക്രീസസ്. കാരണം എന്താണ്, സോളിഡ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ വെൽ അറേഞ്ച്ഡ് ആണ്, വെൽ പാക്ഡ് ആണ്. അപ്പൊ സോളിഡിന് ഫ്രീഡം കുറവാണ്, അതായത് എൻട്രോപ്പി ഡിക്രീസസ്. അടുത്ത ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ ഓഫ് എ ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് റേസ്ഡ് ഫ്രം 0 Kelvin to 115 Kelvin. നോക്ക്, ടെമ്പറേച്ചർ കൂട്ടി. ഒരു സോളിഡ് സബ്സ്റ്റൻസിന് ടെമ്പറേച്ചർ കൂട്ടി. ഇപ്പൊ ഐസ് നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ ടെമ്പറേച്ചർ കൂടി അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് എന്ത് പറ്റും, ലിക്വിഡ് ആയി മാറും. അതായത് ഡിസോർഡർ ഇൻക്രീസസ്. സോളിഡ് ലിക്വിഡ് ആയാൽ അല്ലെങ്കിൽ സോളിഡിന് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഡിസോർഡർ കൂടും. എൻട്രോപ്പി ഇൻക്രീസസ്. When temperature increases, disorder increases and hence entropy increases. എടാ അപ്പൊ ആ സ്റ്റേറ്റ് നോക്കി പറഞ്ഞാൽ മതിയടാ. സോളിഡ് ലിക്വിഡ് ഗ്യാസ് 3 എടുക്കുകയാണെങ്കിൽ, സോളിഡ് ലിക്വിഡ് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ആർക്കാണ് എൻട്രോപ്പി കൂടുതൽ? ഗ്യാസിനാണ് കൂടുതൽ. കാരണം അവിടെ ഡിസോർഡർ ആണ് അല്ലെ, ഫുള്ളി ഡിസോർഡർ ആണ്. ആർക്കാണ് എൻട്രോപ്പി കുറവ്? സോളിഡ്. കാരണം അവിടെ വെൽ അറേഞ്ച്ഡ് ആണ്. അത്രയേ ഉള്ളൂടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണ് നമ്മൾ നോക്കി. ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി. എന്തുകൊണ്ടാണ് ഒരാൾ സ്പോണ്ടേനിയസ് ആവാൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ, സ്പോണ്ടേനിയസ് ആവാനുള്ള കണ്ടീഷൻ? ഒരെണ്ണം നമ്മളിപ്പോ തന്നെ പഠിച്ചു. എന്താണ്, സ്പോണ്ടേനിയസ് ആണെങ്കിൽ എൻട്രോപ്പി ഡിസോർഡർ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഡിസോർഡർ ഓർ റാൻഡംനെസ് ഓഫ് ദി സിസ്റ്റം ഇൻക്രീസസ്. അതേപോലെ എനർജി ഡിക്രീസസ്. വളരെ ഫ്രീ ആണ്, അപ്പൊ എനർജി കുറവായിരിക്കും കേട്ടോ. അപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസിന്റെ ക്രൈറ്റീരിയ നോക്കിയേ. ഇൻക്രീസ് ഇൻ ഡിസോർഡർ ഓർ റാൻഡംനെസ് ഓഫ് ദി സിസ്റ്റം, ഡിക്രീസ് ഇൻ എനർജി. പഠിക്കുക, ചോദിക്കും ഷുവർ ആണ് കേട്ടോ. ഇനി എൻട്രോപ്പിയിൽ നിന്നാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലോട്ട് വരുന്നത്. അപ്പൊ ഡിഫൈൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് ഡ്യൂറിങ് സ്പോണ്ടേനിയസ് പ്രോസസ്. പഠിച്ചു തന്നെ, സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി കൂടും. അതായത് ഡെൽറ്റ എസ് സിസ്റ്റം ഗ്രേറ്റർ ദാൻ 0. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ആണ് ഗിബ്സ് ഫ്രീ എനർജി. എന്താണ് ഗിബ്സ് ഫ്രീ എനർജി? ഗിബ്സ് ഫ്രീ എനർജി എന്ന് വെച്ചാൽ മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. അതായത് നമ്മുടെ കയ്യിൽ ഉള്ള എനർജി, കുറെ എനർജി ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ, അത് യൂസ്ഫുൾ വർക്ക് ആക്കി മാറ്റാൻ പറ്റണം. ആ യൂസ്ഫുൾ വർക്ക് ആക്കുന്ന എനർജിനെയാണ് എന്ന് പറയുന്നത്
gives free energy. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള എനർജി യൂസ്ഫുൾ വർക്ക് ആകുന്ന എനർജി ഏതാണോ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗിവ്സ് ഫ്രീ എനർജി. ഡെഫിനിഷൻ പഠിക്കാൻ ചോദിക്കും. ഓക്കെ, ഇനി ഗിവ്സ് ഫ്രീ എനർജിയും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻ, ആ ഇക്വേഷൻ പഠിച്ചാൽ മതിയെ. ഗിവ്സ് ഫ്രീ എനർജിയും എൻട്രോപ്പിയും തമ്മിലുള്ള ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇമ്പോർട്ടന്റ്, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അടുത്തത്, write how spontaneous process of a chemical reaction related with Gibbs free energy. Gibbs free energy spontaneous process തമ്മിൽ എന്താ ബന്ധം? ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കണം. ഒരു നമ്മളിവിടെ പഠിച്ചല്ലോ, സ്പോണ്ടേനിയസ് ആവാൻ 2 ക്രൈറ്റീരിയ പറയാൻ പറഞ്ഞില്ലേ? ആ 2 ക്രൈറ്റീരിയയിൽ ഒന്ന് എന്തായിരുന്നു? എൻട്രോപ്പി, ഡെൽറ്റ എസ് ഡിസോർഡർ കൂടണം, അപ്പൊ ഡെൽറ്റ എസ് പോസിറ്റീവ് ആയിരിക്കണം. എനർജി കുറയണം, അതായത് ഡെൽറ്റ ജി കുറയണം, ഡെൽറ്റ ജി നെഗറ്റീവ്. ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്തോ. സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി പോസിറ്റീവ്, ഗിബ്സ് ഫ്രീ എനർജി നെഗറ്റീവ്. ഓക്കെ, നോട്ട് ട്ടാ, ഒട്ടിച്ചു വെച്ചോട്ടാ, മനസ്സിൽ ഒട്ടിച്ചു വെച്ചോ, പതിച്ചോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോണത്. ഇടയ്ക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ ക്വസ്റ്റ്യൻ ഇത് നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടാ. 2Cl gives Cl2. What are the sign of delta H and delta S? ഇത് നമുക്ക് കുറച്ച് ലോജിക് ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. 2Cl എന്ന് വെച്ചാല് Cl 2 ക്ലോറിൻ ആറ്റം മോളിക്യൂളായി മാറി. അപ്പൊ ഡെൽറ്റ എച്ചിന് എന്ത് പറ്റും? ഡെൽറ്റ എസിന് എന്ത് പറ്റും? നോക്ക്, നമ്മൾ നേരത്തെ എൻതാൽപി പഠിച്ചു, എൻതാൽപിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവിടെ എൻതാൽപി ഓഫ് ഫോർമേഷൻ, ബോണ്ട് ഫോം ചെയ്യാണ്. 2Cl 2 Cl ഓക്കെ, 2 Cl ചേർന്നിട്ടാണ് Cl2 ബോണ്ട് ഉണ്ടാകുന്നത്. ബോണ്ട് ഫോർമേഷൻ, ബോണ്ട് ഫോം ചെയ്യുമ്പോ എനർജി റിലീസ് എന്നല്ലേ പറഞ്ഞത്, എൻതാൽപി റിലീസ് എന്നല്ലേ. അപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവ്. ഓക്കെ, ബോണ്ട് ഫോം ചെയ്യുമ്പോ എൻതാൽപി ഡിക്രീസസ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടാ. അത്രേ ഉള്ളൂ. ഇനി എൻട്രോപ്പിക്ക് എന്ത് പറ്റും? ക്ലോറിൻ ആറ്റങ്ങളായിട്ട് നിൽക്കുകയാണ്, 2 ക്ലോറിൻ ആറ്റം. അവർ ഈസി ആയിട്ട് പാറി പറന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരെ പിടിച്ച് മോളിക്യൂൾ ആക്കിയത്. അപ്പൊ എന്ത് പറ്റിയുടെ മക്കളെ? എന്ത് പറ്റി? മോളിക്യൂൾ ആയപ്പോഴേക്ക് അവർ കൂടിച്ചേർന്നിരിക്കുകയാണ്, അവരുടെ ഫ്രീഡം കുറഞ്ഞു. ദാറ്റ് മീൻസ് അവരുടെ എൻട്രോപ്പി ഡിക്രീസസ്. അപ്പൊ ഡെൽറ്റ എസ് നെഗറ്റീവ്. കണ്ട, ഇങ്ങനെ ആലോചിച്ചാൽ മതിയടാ. ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആലോചിക്കാനുള്ളതുള്ളൂ. തെർമോഡൈനാമിക്സ് ഫുള്ള് ഇതേപോലെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടാ. ഓക്കെ, അടുത്തത് നിങ്ങൾ പറയൂട്ടാ, ടീച്ചർ പറയേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. H2 ഗ്യാസ്, H2 അപ്പൊ ബോണ്ട് ഉണ്ട് അല്ലെ. H2 ഗ്യാസ് എന്ന് പറയുമ്പോൾ 2 പേരും കൂടി ബോണ്ട് ചെയ്തിരിക്കായിരുന്നു. അത് ഹൈഡ്രജൻ ആയിട്ട് മാറി, 2 ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് മാറി. അപ്പൊ ഡെൽറ്റ എച്ച് എന്താണ്? ഡെൽറ്റ എസ്. നോക്ക്, H2 എന്നുള്ള ആള് ഹൈഡ്രജൻ ആണെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ എൻതാൽപി പോസിറ്റീവ്. ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി ആവശ്യമാണ്. സോ എൻതാൽപി പോസിറ്റീവ്, അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ പോസിറ്റീവ്. ഓക്കെ, ഇനി ഡെൽറ്റ എസ് നോക്ക്, മോളിക്യൂൾ ആയിരുന്നു, സെപ്പറേറ്റ് ചെയ്ത് ആറ്റങ്ങളാക്കി, ഫ്രീഡം കൂടി. അപ്പൊ ഡെൽറ്റ എസ് പോസിറ്റീവ്. ക്ലിയർ അല്ലേടാ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇത്രേ ഉള്ളൂ കേട്ടാ. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും കാണുമ്പോഴേക്കും എന്റെ മക്കളെ പേടിക്കരുത് കേട്ടാ. ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടാ, സിമ്പിൾ ആയിട്ട്. ഓക്കെ, ഇനി അടുത്തത് പ്രോബ്ലം ആണ്. പ്രോബ്ലം നോക്കാം. എൻതാൽപി ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ആർ 40.63 kilojoule and 108.8 joule per Kelvin per mole. Predict the feasibility of a reaction. പ്രോബ്ലം കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ആദ്യം തന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. എന്തൊക്കെയാണ് തന്നേക്കണത്? എൻതാൽപി ആൻഡ് എൻട്രോപ്പി ഓഫ് എ റിയാക്ഷൻ ആർ. അപ്പൊ എൻതാൽപി ആണിത്, ഡെൽറ്റ എച്ച് 40.63. എൻട്രോപ്പി രണ്ടാമത് പറഞ്ഞേക്കണ ടേം എൻട്രോപ്പി. ആരാണ് എൻട്രോപ്പി? ഡെൽറ്റ എസ്. അപ്പൊ എൻതാൽപ്പിയും കിട്ടി, എൻട്രോപ്പിയും കിട്ടി. പ്രെഡിക്ട് ദ ഫീസിബിലിറ്റി ഓഫ് ദ റിയാക്ഷൻ അറ്റ് 27 degrees Celsius. ഓക്കെ, ഡെൽറ്റ എച്ച് എടുത്തെഴുതി. ശ്രദ്ധിക്കേണ്ട കാര്യം കിലോ ജൂൾ ആണ്, ജൂളിലോട്ടാക്കണം. കിലോ ജൂളിനെ ജൂളിലോട്ടാക്കാൻ ഇൻറ്റു 10⁻³ ആണ്. ടീച്ചർ ഇത് ഇപ്പുറത്ത് ചെയ്യാവേ. നമുക്ക് അവിടെ തന്നിരിക്കുന്നത് ഡെൽറ്റ എച്ച് എത്രയായിരുന്നു? 40.63 കിലോ ജൂൾ പെർ മോൾ എന്നാണ്.
കിലോ ജൂളിനെ ജൂളിലോട്ടാക്കാൻ 40.63 into 10⁻³ ജൂൾ പെർ മോൾ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എൻട്രോപ്പി. എൻട്രോപ്പി തന്നിട്ടില്ലേ? എൻട്രോപ്പി എത്രയാ പറഞ്ഞത്? 108.8 108.8 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇനി ടെമ്പറേച്ചർ ടി തന്നിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു ടി? 27 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസ് തന്നാൽ കെൽവിനിലോട്ട് മാറ്റണം. എന്ത് ചെയ്യണം? 273 ആഡ് ചെയ്യണം. ഓക്കെ, 273 ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 300 കെൽവിൻ. 300 കെൽവിൻ. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രഡിക്റ്റ് ദ ഫീസിബിലിറ്റി. ശ്രദ്ധിക്കട്ടാ, ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാലും സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ ഫീസിബിലിറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാലും സ്പോണ്ടേനിയസ് ആണോ എന്ന് ചോദിച്ചാൽ സെയിം മീനിങ് ആണ് കേട്ടോ. ഫീസിബിലിറ്റി ഈക്വൽ ടു സ്പോണ്ടേനിറ്റി. സ്പോണ്ടേനിയസ് ആണോ എന്ന് പ്രഡിക്റ്റ് ചെയ്യണം. സ്പോണ്ടേനിയസ് ആണോ എന്ന് പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? അതല്ല ഇപ്പൊ ആലോചിക്കണത്. എടാ ഡെൽറ്റ എച്ച് ഡെൽറ്റ എസ് ടി. ഡെൽറ്റ എച്ച് എസ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ നമ്മൾ രണ്ടാൾക്കാരെയാണ് നോക്കേണ്ടത്. ഒന്ന് എൻട്രോപ്പി, പിന്നെ ഒന്ന് ഗിബ്സ് ഫ്രീ എനർജി. എൻട്രോപ്പി പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു. ഗിബ്സ് ഫ്രീ എനർജി അല്ലേ? അതെങ്ങനെയാവണം? നെഗറ്റീവ് ആവണം. അപ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുക. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെൽറ്റ ജി ആണ് കണ്ടുപിടിക്കേണ്ടേ. ഡെൽറ്റ ജി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇവരെല്ലാവരെയും തന്നിട്ടില്ലേടാ അവിടെ? ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്, ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഡെൽറ്റ എസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾ ചെയ്ത് നോക്കിട്ടാ, ചെയ്ത് നോക്ക്. ചെയ്തപ്പോ ഇവിടെ ഇതാണ് കിട്ടിയത്. പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ അല്ലേ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞത്? ഡെൽറ്റ ജി പോസിറ്റീവ് ആയാൽ നോൺ സ്പോണ്ടേനിയസ്, അല്ലെങ്കിൽ നോട്ട് ഫീസിബിൾ, നടക്കാൻ സാധ്യതയില്ല. ഓക്കെ, നാച്ചുറലി നടക്കാൻ സാധ്യതയില്ല ഡെൽറ്റ ജി പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പൊ ഈ പ്രോബ്ലം സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഫീസിബിൾ ആണോ അല്ലയോ എന്ന് പറഞ്ഞ് ചോദിച്ചാല് ഡെൽറ്റ ജി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടെമ്പറേച്ചർ അബവ് വിച്ച് ദ റിയാക്ഷൻ ബിക്കംസ് സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് അല്ല മക്കളെ, റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം കേട്ടോ. റിയാക്ഷൻ ഈസ് at equilibrium. Reaction is at equilibrium. റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാകുന്നത് എപ്പോഴാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാകുന്നത് എപ്പോഴാണ്? റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഫീസിബിൾ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണം എന്ന് പറഞ്ഞു. അതേപോലെ റിയാക്ഷൻ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ ഡെൽറ്റ ജി 0 ഈക്വൽ ടു 0 ആയിരിക്കണം. സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി 0 ആവുമ്പോഴാണ് റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാകുന്നത്. അപ്പൊ നമ്മള് ഏത് ടെമ്പറേച്ചറിന് എബവ് ആണ് റിയാക്ഷൻ ഇക്വിലിബ്രിയം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് കൊടുക്കുക. ഡെൽറ്റ ജിയുടെ അവിടെ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ ഡെൽറ്റ ജി എത്രയാണ്? 0. ഇത് ചോദ്യത്തിൽ തന്നിട്ടില്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം. ഇക്വിലിബ്രിയം ആണെങ്കിൽ ഡെൽറ്റ ജി 0 ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എഴുതണം. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നോക്കിയേ കിലോ ജൂളിലാണ്. കിലോ ജൂളിൽ തന്ന ജൂളിലോട്ടാക്കാൻ ഇൻറ്റു 10⁻³ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇത് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, ഫസ്റ്റ് ഡെൽറ്റ ജി ഇക്വിലിബ്രിയം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 0 കൊടുത്തു. ഡെൽറ്റ എസ് നമുക്ക് എത്രയാണ് തന്നിരുന്നേ? 490 കിലോ ജൂൾ. അപ്പൊ 490 ഇൻറ്റു 10⁻³ മൈനസ് ടെമ്പറേച്ചർ അറിയില്ല, അതാണ് കണ്ടുപിടിക്കണ്ടേ. ഡെൽറ്റ എസ് എത്രയാണ്? 198 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അപ്പൊ 198 കൊടുത്തു. ഓക്കെ അല്ലേ? ടെമ്പറേച്ചർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നോക്കിയടാ, ഇവിടെ 0 ആയതുകൊണ്ട് ഇപ്പുറത്തോട്ട് എടുക്കാം. ഇപ്പുറത്തോട്ട് എടുക്കാം കേട്ടോ, മൊത്തത്തിൽ ഇപ്പുറത്തോട്ട് എടുക്കാം. അതായത് 198 ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 490 ഇൻറ്റു 10⁻³ ഇങ്ങനെയല്ല വരിക. ടെമ്പറേച്ചർ ആണ് വേണ്ടേ. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവന്നാ പോരെ അല്ലേ? അപ്പൊ 490 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 198. ഇത്രയും ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 2474.74 കെൽവിൻ. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാവുക. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ തെർമോഡൈനാമിക്സിലെ തിയറി ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓടിയിട്ട തിയറി മാത്രമല്ല. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ തെർമോഡൈനാമിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇത് പഠിക്കാൻ, നന്നായി പഠിക്കാൻ, നല്ല മാർക്ക് കിട്ടട്ടെ കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു, ബൈ ബൈ.